ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ഈ ചിത്രം വരയ്ക്കാൻ ഞാൻ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് ചാർക്കോൾ പെൻസിലാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഡീറ്റെയിൽസ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഗ്രാഫൈറ്റ് പെൻസിലും അതേപോലെ ഒരു ടോംബോ ഇറേസറും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ ഓൾറെഡി ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2B അതായത് മീഡിയം ടൈപ്പ് ചാർക്കോളാണ് ഞാനിവിടെ ആദ്യം യൂസ് ചെയ്യുന്നത്. ഞാനത് വെച്ച് വളരെ പതുക്കെ സർക്കുലർ മോഷനിൽ ചാർക്കോൾ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചാർക്കോൾ പെൻസിൽ ജനറൽസ് എന്ന ബ്രാൻഡിൻ്റെ ചാർക്കോൾ പെൻസിലാണ്. അപ്പോൾ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ഗ്രേഡ് അതിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് ചിലപ്പോൾ മാറ്റം വരാം. ചിലതിൽ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ചില പെൻസിലുകളിൽ അല്ലെങ്കിൽ ചില ബ്രാൻഡ് ഇതിൽ അതിൻ്റെ ഗ്രേഡ്സ് ആയിരിക്കും, ലൈക്ക് HB, 2B, 4B, 6B എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ജനറൽസിൽ ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. HB ഹാർഡ്, 2B മീഡിയം, 4B സോഫ്റ്റ്, 6B എക്സ്ട്രാ സോഫ്റ്റ്, അങ്ങനെ 4 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം ഞാനത് ചാർക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ 2B ചാർക്കോൾ ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ കൂടി വീണ്ടും ലെയർ ചെയ്യുകയാണ്. ഞാനിവിടെ ലിപ്സിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിപ്സാണ് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പിലത്തെ വീഡിയോസിലൊക്കെ പരിചയപ്പെട്ടാണ് ഷെയ്ഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ഡാർക്കസ്റ്റ് ഏരിയയിൽ നിന്ന് തുടങ്ങുക, ഡാർക്കിൽ നിന്ന് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരിക. അത്തരം ഇൻഫർമേഷൻസൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം വീഡിയോസ് കാണാത്തവർ ഇതിന് മുൻപുള്ള വീഡിയോസ് കാണുക. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർക്കോൾ ലെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ലെയർ ചെയ്ത് ചാർക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ തുടക്കത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതും ഞാൻ ചാർക്കോൾ ഒന്ന് പരീക്ഷണമാണ്. ഞാനും ചാർക്കോൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കണം എന്നുള്ള താല്പര്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചാർക്കോളിൽ ഞാനിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് എനിക്കും ഒരു ലെസണാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ അപ്പർ ലിപ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആ ലിപ്സിൻ്റെ റിങ്കിൾസ് അല്ലെങ്കിൽ ടെക്സ്ചർ വരുന്ന ഭാഗമൊക്കെ ഒരു ടോംബോ ഇറേസർ വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ആ മുകളിലത്തെ ചുണ്ടിലുള്ള ഓരോ ചെറിയ ചുളിവുകൾക്കും ഇത്തരം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ ടോംബോ ഇറേസർ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും അപ്പർ ലിപ്സിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ ആദ്യം ഉപയോഗിച്ച് 2B മീഡിയം ടൈപ്പ് ചാർക്കോൾ വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ആ ഹൈലൈറ്റ് അതേപോലെ തന്നെ മാക്സിമം നിലനിർത്തിക്കൊണ്ട് അതിന് മുകളിൽ കൂടി ഞാൻ വീണ്ടും ഓരോ ലെയറൂടെ അപ്ലൈ ചെയ്യുകയാണ്. ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു 2B ഗ്രേഡ് ചാർക്കോൾ പെൻസിലും ഒരു ബ്ലെൻഡിങ് സ്റ്റംപ്, ഒരു നീഡഡ് എറേസർ, പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രഷ് ഉപയോഗിച്ചും ബ്ലെൻഡ് ചെയ്യുകയോ സ്മഡ്ജ് ചെയ്യുകയോ ചെയ്യാം. ചാർക്കോൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പല ഡിഫറെൻറ്റ് ടൈപ്പ് ടൂൾസ് യൂസ് ചെയ്യാം. അതായത് കോട്ടൺ യൂസ് ചെയ്യാം, കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യാം, ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിവിടെ ടിപ്പ് കട്ട് ചെയ്ത ഞാൻ ഗ്രാഫിക് ഡ്രോയിങ് ഉപയോഗിക്കുന്ന ഒരു സ്മഡ്ജിങ് ബ്രഷാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ടോംബോ ഇറേസർ കൊണ്ട് ഹൈലൈറ്റ് നമ്മളൊന്ന് റീഫൈൻ ചെയ്തെടുക്കുകയാണ് വീണ്ടും. ഞാനിപ്പോൾ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ, ഒരു HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ചുണ്ടിൽ വരുന്ന ഓരോ ചുളിവുകളുടെ ഡാർക്കായിട്ടുള്ള ഭാഗമാണ് ഞാനവിടെ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബാക്കിയുള്ള ഭാഗവും ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഗ്രാഫൈറ്റ് കൊണ്ട് അതിന് ലെയർ ചെയ്യുക, പിന്നീട് ടോംബോ ഇറേസർ കൊണ്ട് അതിൻ്റെ ഹൈലൈറ്റ് കൊടുക്കുക, പെൻസിൽ കൊണ്ട് അതിൻ്റെ ഡാർക്ക് ലൈറ്റ് വരുന്ന ഭാഗത്ത് ഷെയ്ഡ് ചെയ്യുക, വീണ്ടും ആവശ്യമുള്ളിടത്ത് കൂടുതൽ ഡാർക്കായിട്ട് വരുന്ന ഭാഗത്ത് വീണ്ടും ചാർക്കോൾ അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പം ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതേ മെത്തേഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.